കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബിന് വേണ്ടി ചോര നീരാക്കി കളിച്ചവരുടെ പട്ടിക എടുത്ത് നോക്കിയാൽ അതിൽ മുൻപന്തിയിൽ തന്നെ കാണും അഡ്രിയാൻ നിക്കോളാസ് ലൂണ ലിറ്റിമാർ എന്ന ഈ ഉറുഗ്വേൻ താരത്തിന് സ്ഥാനം. അഡ്രിയാൻ ലൂണ ആരാണ്, എന്താണ് എന്നൊന്നും ഇവിടെ ആരെയും പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ഇത്രമേൽ ആഴത്തിൽ വേരൂന്നി പിടിച്ച ഒരു വടവൃക്ഷം വേറെ ഉണ്ടായിരിക്കില്ല. കാരണം അഡ്രിയാൻ ലൂണ രക്തം കൊണ്ട് കളിച്ചവനാണ്. അദ്ദേഹത്തിന്റെ ചോര നീരായി രക്തത്തുള്ളികൾ വീർപ്പ് തുള്ളികളായി പരിണമിച്ച് ഈ മൈതാനത്തിന്റെ ഓരോ പുൽനാമ്പുകളെയും നനയിച്ചത് നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ ഒരു താരം അർഹിക്കുന്ന ഒരു മറുപടി അല്ലെങ്കിൽ ഒരു സമീപനം ഈ ഒരു മാനേജ്മെന്റ് തിരിച്ചു നൽകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഉപയോഗിച്ച് കഴിഞ്ഞാൽ എടുത്തു കളയാനുള്ള ഒരു കരിമ്പിൻ ചണ്ടിയായിട്ട് തന്നെയാണ് അഡ്രിയാൻ ലൂണയും യുവമാർ കാണുന്നത് എന്നുള്ളത് ദുരന്ത യാഥാർത്ഥ്യം. അഡ്രിയാൻ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്ന ആദ്യ സീസണിൽ തന്നെ അങ്ങ് മെൽബണിന്റെ താരമായിരുന്നു. മുംബൈ സിറ്റി എഫ് സിയുടെ സിറ്റി ഗ്രൂപ്പിന്റെ കീഴിലുള്ള ഓസ്ട്രേലിയൻ ക്ലബ്ബിൽ കളിച്ചുകൊണ്ടിരുന്ന താരത്തിനെ മുംബൈ സിറ്റി സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിരുന്നു. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അഡ്രിയാൻ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നതിന് മുമ്പേ തന്നെ മുംബൈ സിറ്റി എഫ് സി താരത്തിനെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു. അവർ നല്ല ഓഫറും കാര്യങ്ങളും ഒക്കെയാണ് കൊടുത്തത്. പക്ഷേ അന്ന് ഇവാൻ വുക്കോമനോവിച്ച് എന്ന പരിശീലകനിൽ ആകൃഷ്ടനായി അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നു. ഇന്ന് ഇവാൻ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഇല്ല. എന്നിട്ട് പോലും തൻ്റെ ബാഡ്ജിനോടും ആരാധകരോടുമുള്ള കമ്മിറ്റ്മെന്റ് ഒരു തരി പോലും അഡ്രിയാൻ ലൂണ കുറയ്ക്കാതെ ഇവിടെ പൊരുതി നിന്നു. പണ്ട് തങ്ങൾക്ക് കിട്ടാതെ പോയ ആ വൈഡൂര്യത്തിനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിക്കാൻ തന്നെയാണ് മുംബൈ സിറ്റി എഫ് സി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് ഒരു പ്രമുഖ മലയാളം കമന്റേറ്ററുടെ റിപ്പോർട്ട്. അപ്പം അഡ്രിയാൻ ലൂണ എന്ന വടവൃക്ഷത്തിന് വേണ്ടി നേരത്തെ മുംബൈ സിറ്റി എഫ് സി കരുക്കൾ നീക്കിയിരുന്നു. അന്ന് അവർക്ക് കിട്ടാതിരുന്നത് ഇന്ന് അഡ്രിയാൻ ലൂണയെ മുംബൈ സിറ്റി തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചതായിട്ട് റിപ്പോർട്ടുകൾ വ്യാപകമായിട്ട് വരുന്നുണ്ട്. അപ്പം അന്ന് അഡ്രിയാൻ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൽ അഡ്രിയാൻ ലൂണ അത്രമാത്രം സംതൃപ്തനാണോ എന്നുള്ളതൊരു ചോദ്യചിഹ്നം തന്നെയാണ്. നിലവിൽ ലൂണ അത്ര സംതൃപ്തനായിരിക്കാൻ സാധ്യതയൊന്നും ഇല്ല എന്നുള്ളത് വേറെ കാര്യം. എന്നിരുന്നാലും ബ്ലാസ്റ്റേഴ്സിന്റെ ബാഡ്ജിനോടും ആരാധകരോടും ലൂണയ്ക്കുള്ള കമ്മിറ്റ്മെന്റ് വളരെ വലുതാണ്. ഈ ഒരു ക്ലബ്ബ് ലൂണയെ പോലൊരു താരത്തിനെ അർഹിക്കുന്നില്ല, അത് വേറെ കാര്യം. എന്നിരുന്നാൽ പോലും ഈ ഒരു അവസരം മുതലാക്കി അഡ്രിയാൻ ലൂണ എന്ന ഇതിഹാസ താരത്തിനെ മുംബൈ സിറ്റി എഫ് സി കൊണ്ടുപോവുകയാണെങ്കിൽ അവർക്ക് പൊളിക്കാൻ പറ്റും എന്നാണ് വിശ്വസിക്കുന്നത്. കാരണം ജോജോ പെരേര ഡയസ് മുംബൈ സിറ്റിയിലുണ്ട്. അതിനോടൊപ്പം അഡ്രിയാൻ ലൂണ കൂടി ചേരുമ്പോൾ കശ പശ അവന്മാർ സെറ്റാണ്. സോ മുംബൈ ലൂണയ്ക്ക് വേണ്ടി വല വിരിച്ചു തുടങ്ങി.